ഭവനങ്ങൾക്കകത്തും വീടുകളിലുമൊക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും നല്ലവരും ഈശ്വരഭക്തരും പ്രബുദ്ധരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പ്രശാന്ത സുന്ദരമായ ഈ ദേശത്തിന്റെ നടുവിൽ ക്രിസ്തയേശുവിന്റെ സത്യ സുവിശേഷത്തിന്റെ വിളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാനവകുലത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, അവന്റെ ജീവിതത്തിൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകി തരുവാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. മനുഷ്യൻ പാപത്തിൽ വീണുപോയി. ഈ പാപത്തിന്റെ അടിമത്തത്തിലാണ് മനുഷ്യൻ എല്ലാ കാലവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിമ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വിശുദ്ധിക്കകത്തും ദൈവത്തിന്റെ തേജസ്സിനകത്തും ദൈവത്തിന്റെ ജീവന്റെ അകത്തുമാണ് അവനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവിക ജീവൻ നിലനിർത്തുവാൻ കഴിയാതെ, ദൈവിക വിശുദ്ധിക്കകത്ത് നിൽക്കാതെ, ദൈവിക തേജസ്സിനകത്ത് നിൽക്കാതെ അവൻ അതെല്ലാം നഷ്ടപ്പെടുത്തി പാപത്തിൽ വീണുപോയി. അന്നു മുതൽ ഇന്ന് വരെ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസൽമാനാകട്ടെ, ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും, ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്നവരാണ്. പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യന് അവന്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടോ, സ്വന്തം കഴിവുകൊണ്ടോ, സ്വന്തം ശേഷി കൊണ്ടോ അവൻ ഒരിക്കലും പാപത്തിൽ പുറത്തു വരാൻ കഴിയില്ല. അവൻ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കണ്ടെത്തിയ മാർഗങ്ങളാണെന്നുള്ള സകല മതങ്ങളും മതപരമായ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് പല വിധത്തിൽ പാപത്തിൽ നിന്ന് പുറത്തു വന്ന നിത്യമായ സന്തോഷം അനുഭവിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കാണുന്ന ക്രിസ്തുമതം ഉൾപ്പെടെ ഇത്തരത്തിൽ രൂപം കൊണ്ട മതങ്ങളാണ്. മതങ്ങൾ ഒരുപാട് കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ കർമ്മങ്ങളാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, കർമ്മമാർഗമല്ല, ഇത് വിശ്വാസമാർഗമാണ്. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു നമ്മോട് വിളിച്ചു പറയുന്നു, ഒരു കർമ്മമാർഗത്തിലൂടെയും മനുഷ്യന് പാപത്തിന്റെ പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. പാപത്തിന്റെ പരിഹാരം അത് വിശ്വാസത്താലാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മാനവകുലത്തിനു വേണ്ടി നിർവഹിച്ച പാപ പരിഹാര യാഗത്തിൽ ആര് വിശ്വസിച്ച, ഹൃദയത്തിൽ ഏറ്റെടുത്ത് യേശുവെ കർത്താവായി സ്വീകരിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും നിത്യമായ സമാധാനവും നിത്യമായ സന്തോഷവും ലഭിക്കുകയാണ്. ക്രിസ്തു കാൽവരി മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ മരിക്കുവാൻ ഇടയായി തീർന്നത്. യേശുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ എന്നേക്കുമായി മനുഷ്യന്റെ എല്ലാ പാപത്തിന്റെയും പരിഹാരം സംഭവിക്കുവാൻ ഇടയായി തീർന്നു. ഇനി കർമ്മമാർഗങ്ങളില്ല, ഇനി തീർത്ഥാടനങ്ങൾ വേണ്ട, ഇനി ആചാരങ്ങൾ വേണ്ട, അനുഷ്ഠാനങ്ങൾ വേണ്ട. ഒറ്റ മാർഗം, ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് ഞാൻ പാപിയാണ്, എന്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് വരണമേ, എന്നെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവപുത്രനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എത്ര രക്താംബരം പോലെ ചുമന്ന കടും ചുമപ്പേറിയ പാപത്തെയും വെണ്ണഞ്ഞു പോലെ വെളുപ്പിക്കുന്ന ഒരു സങ്കേതമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സങ്കേതമാണ്. യേശുവിന്റെ രക്തം സകല പാപത്തിനും പരിഹാരം നൽകുന്ന മതിയായ രക്തമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് മോചനമുണ്ട്. പാപത്തിൽ നിന്ന് കഴുകൽ പ്രാപിച്ച്, പാപമോചനം പ്രാപിച്ച്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് അവർക്ക് നൽകി കൊടുക്കുകയാണ്. ക്രിസ്തയേശുവിലൂടെ സൗജന്യമായി വീണ്ടെടുപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എല്ലാ മനുഷ്യരും പാപത്തിന്റെ അടിമത്തത്തിലാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന അതിൽ നിന്ന് പുറത്തു വരാൻ സാധ്യമല്ലാതിരിക്കുമ്പോ ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഏകമാർഗം യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന്റെ മാർഗമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയ, അവനെ കൈക്കൊള്ളാൻ തുടങ്ങിയ നിങ്ങൾക്കും ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ പൈതലായി മാറാൻ കഴിയും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇന്ന് പോലെ അധികാരത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം, വീണ്ടെടുപ്പ്, പുത്രത്വം മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവസ്നേഹത്തിന്റെ ആഴം. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നിത്യജീവൻ ലഭിക്കുകയാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായ ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള അവന്റെ അവകാശമാണ്. ആ നിത്യജീവൻ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുകയാണ്. മരിച്ചതിന് ശേഷം ആരെങ്കിലും നടത്തുന്ന ഒരു കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ
പ്രവൃത്തികളോ കൊണ്ട് ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തിക്ക് മരണത്തിന് ശേഷവും ദൈവത്തോട് ചേർന്ന് നടക്കാം. ഇവിടെ ദൈവത്തെ അന്വേഷിക്കാതെ, ദൈവത്തോട് ചേർന്ന് നടക്കാതെ പാപപ്രവർത്തികൾക്കകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും മരണശേഷം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടെ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, ഇപ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിപ്പാൻ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയല്ലേ. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? മുഴു ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവിനെ ദൈവം നമ്മുടെ അകത്ത് നൽകി തന്നിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. മദ്യപിച്ചും ലഹരി മരുന്ന് ഉപയോഗിച്ചും ജഡികമായ പാപങ്ങൾക്കകത്തും അതുപോലെയുള്ള തിന്മകൾക്കകത്തും ഒക്കെ അടിപ്പെട്ട് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഇതിനൊക്കെ പുറത്തു വരാൻ കഴിയും. സൗജന്യമാണ്. പാപത്തിൽ നിന്ന് പുറത്തു വരാൻ വളരെ സൗജന്യമായി നിങ്ങൾക്ക് കഴിയും. ഇതിന് തീർത്ഥാടനം വേണ്ട, യാതൊരു വിധത്തിലുള്ള നേർച്ചകളും കാഴ്ചകളും കൊടുക്കേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് സൗജന്യമായി നൽകുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോ നമുക്ക് പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയും. പാപത്തെ ജയിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് താങ്കൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന വ്യക്തിക്ക് പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയും. യേശു മരിച്ചു. യേശുവിനെ എല്ലാവരെയും പോലെ കല്ലറയിൽ അടക്കം ചെയ്തെങ്കിലും 3-ാം ദിവസം കല്ലറകളെ വേദിച്ച് യേശു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. യേശു ദൈവത്തിനായതുകൊണ്ട് കല്ലറകൾക്ക് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇന്ന് പകൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജയകരമായൊരു ജീവിതമുണ്ട്. പാപത്തെ പരാജയപ്പെടുത്തി, തിന്മകളെ പരാജയപ്പെടുത്തി വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഒരൊറ്റ മാർഗം, യേശുവെന്ന മാർഗം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്ന മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം. ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് താങ്കളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. വിലയേറിയ ആത്മാവിനെ താങ്കൾ നഷ്ടപ്പെടുത്തല്ലേ എന്ന് ആണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. മരണശേഷം നടത്തുന്ന കർമ്മങ്ങൾക്ക് താങ്കളെ നിത്യതയിലെത്തിക്കാൻ കഴിയില്ല. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്നുവെങ്കിൽ മരണശേഷവും താങ്കൾക്ക് ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയും. നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാ. ജീവിതത്തിന് അർത്ഥമില്ലാതെ ആത്മഹത്യയൊക്കെ കുറിച്ച് ചിന്തിച്ച് പാപത്തിന്റെ പടുകുഴിയിൽ വീണുപോയ ഞങ്ങളെ തേടി വന്ന് സ്നേഹിച്ച ഒരു സ്നേഹമാണ് യേശു ക്രിസ്തു. ആർക്കും വേണ്ടാതിരുന്നപ്പോ ഞങ്ങളെ തേടി വന്ന് ഞങ്ങളെ മാറോടണച്ച് ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം പകർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകി ഞങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച ആ നല്ല നാഥനെയാ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നത്. ഒരു മതത്തിലേക്കല്ല നിങ്ങളെ ക്ഷണിക്കുന്നത്, ഏതെങ്കിലും സഭയിലേക്കല്ല ക്ഷണിക്കുന്നത്, മറിച്ച് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ. ലോകത്തിൽ എത്രയോ മഹാന്മാർ വന്നിട്ടുണ്ട്, പക്ഷെ അവരാരും പറഞ്ഞില്ല എന്നിൽ വിശ്വസിക്കുവിൻ ഞാൻ നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാമെന്ന. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ കഴിയും. മരണത്തിനപ്പുറം ഒരു പുനരുത്ഥാനമുണ്ട്. തീർന്നില്ല. യേശു വരും, വേഗത്തിൽ വരും. കാരണം ഇന്നുവരെയും ബൈബിളിലെ പ്രവചനങ്ങൾക്കൊന്നും മാറ്റമില്ലെങ്കിൽ ക്രിസ്തേശു വരാൻ പോവുകയാ. മധ്യാകാശത്ത് യേശു വരും. അന്ന് ക്രിസ്തുവിനെ പ്രതീക്ഷിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആ വിശുദ്ധിയിൽ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചു കഴിയുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു മധ്യാകാശത്ത് വരും. അന്ന് താങ്കൾക്കും യേശുവിനോട് എടുക്കപ്പെട്ട നിത്യമായ ആനന്ദത്തിൽ വസിക്കാൻ കഴിയണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു പുതിയ സൃഷ്ടിയായി വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഈ ദേശനിവാസികളെയും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.